ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് സോയിൽ ഫോർമേഷൻ്റെ കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫറെൻറ്റ് ടേംസ് ആണ്. ഓക്കെ, സോയിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞാൽ നമ്മൾ ആ ജിയോളജിക്കൽ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞു. ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് ഇറോഷൻ നടന്ന ആ സോയിലുള്ള അതിൻ്റെ അടുത്തുള്ള സോയിലുകളെ റെസിഡ്യുവൽ സോയിൽ എന്ന് വിളിക്കും എന്ന് പറഞ്ഞു. പിന്നെ ട്രാൻസ്പോർട്ടഡ് സോയിലുണ്ട്. അതുപോലെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഡ് സോയിൽ ബേസ്ഡ് ഓൺ ദ മീഡിയം, അതായത് അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ റിവർ വാട്ടർ, റണ്ണിങ് വാട്ടർ കാരണം ഫോം ചെയ്തതാണ്. ലാക്കസ്ട്രൈൻ സോയിൽ എന്ന് പറയുമ്പം ലേക്സിൻ്റെ താഴെയൊക്കെ ഡെപ്പോസിറ്റഡ് ആവുന്നതാണ്. പിന്നെ മറൈൻ സോയിൽ, ഇയോളിയൻ സോയിൽ, ഗ്ലേഷ്യൽ സോയിൽ, പിന്നെ എന്താ പറയുക കൊളൂവിയൽ സോയിൽ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് കൂടാതെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ സോയിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ കണ്ടിട്ട് വരാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ടേംസ് ആൻഡ് ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, കുറച്ച് ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ സോ നമുക്ക് ഡെഫിനിഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന കുറച്ച് ടേംസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഫേസ് ഡയഗ്രാമിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫേസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ സോയിലിൽ വന്നിട്ട് എയർ, വാട്ടർ, സോളിഡ് അങ്ങനെ 3 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ആണുള്ളത് അല്ലേ. അപ്പം എത്ര ക്വാണ്ടിറ്റി എയർ ഉണ്ട്, എത്ര ക്വാണ്ടിറ്റി വാട്ടർ ഉണ്ട്, എത്ര ക്വാണ്ടിറ്റി സോളിഡ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് വോളിയം, വാട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്. 2 തരത്തിലെ ഫേസ് ഡയഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ 3 ഫേസ് ഡയഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെ കാണിച്ചേക്കാണ്. എയർ, വാട്ടർ ആൻഡ് സോളിഡ്. അതിൻ്റെ ഒരു സൈഡിൽ വരിക വോളിയം ഓഫ് എയർ, വോളിയം ഓഫ് വാട്ടർ ആൻഡ് വോളിയം ഓഫ് സോളിഡ് ആയിരിക്കും. മറ്റേ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് വെയ്റ്റ് ഓഫ് സോളിഡ്, വാട്ടർ, എയർ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. സോ നമുക്ക് നോക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് വന്നിട്ട് എന്താണ്, ഒരു അൺസാച്ചുറേറ്റഡ് സോയിലിൻ്റെ ഫേസ് ഡയഗ്രാമാണ് എന്ന് പറയാം. കാരണം ഇവിടെ എയർ കുറച്ച് ഭാഗത്ത് വാട്ടറും ഉണ്ട്, കുറച്ച് ഭാഗത്ത് എയർ വോയിഡ്സും ഉണ്ട്. സോ ഇറ്റ് ഈസ് അൺസാച്ചുറേറ്റഡ് സോയിൽ. ഇനി 2 ഫേസ് ഡയഗ്രാംസ് വരാറുണ്ട്. 2 ഫേസ് ഡയഗ്രാംസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവിടെ സോളിഡ് ആൻഡ് വാട്ടർ മാത്രമേ കാണത്തുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലിൻ്റെ കേസാണ്. ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ. അതേസമയം ഫുള്ളി ഡ്രൈഡ് സോയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഫേസ് ഡയഗ്രാമത്തിൻ്റെ അകത്ത് എയർ ആൻഡ് സോളിഡ്. ഇതാണ് ഫുള്ളി ഡ്രൈഡ് സോയിലിൻ്റെ കേസിലെ 2 ഫേസ് ഡയഗ്രാം. ഓക്കെ, അപ്പം 3 ഫേസ് ഡയഗ്രത്തിൻ്റെ കാര്യം പറഞ്ഞു, 2 ഫേസ് ഡയഗ്രത്തിൻ്റെ കാര്യവും പറഞ്ഞു. അപ്പോൾ ഫേസ് ഡയഗ്രാം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനിയാണ് നമ്മൾ ആക്ച്വലായിട്ട് വരുന്ന ഡെഫിനിഷൻസിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഡെഫിനിഷൻസ് എന്ന് പറയുമ്പം 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വോളിയം ബേസ്ഡ് ടേംസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് വോളിയം ബേസ്ഡ്. അപ്പോൾ ആദ്യം നമ്മൾ വോളിയം ബേസ്ഡ് ആണ് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ വെയ്റ്റ് ബേസ്ഡ് ടേംസിൻ്റെ കാര്യവും പറയും. സോ ഫസ്റ്റ് വോളിയം ബേസ്ഡ് ടേംസ് പറയാം. വോളിയം ബേസ്ഡ് ടേംസിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് വോയിഡ് റേഷ്യോ. ഓക്കെ, ഏറ്റവും ആദ്യം വരുന്നതാണ് വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ വെച്ചിട്ടാണ്. വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. നമ്മൾ ഫേസ് ഡയഗ്രാമിൽ
വോയിഡ്സിൻ്റെ കാര്യം പറഞ്ഞു. വോയിഡ്സിൽ എയറും വാട്ടറും കാണുമെന്ന് പറഞ്ഞു. എയർ മാത്രമേ ഉള്ളെങ്കിൽ അത് ഫുള്ളി ഡ്രൈഡ് സോയിലാണെന്ന് പറഞ്ഞു. വാട്ടർ മാത്രമേ ഉള്ളെങ്കിൽ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വന്നത് പൊറോസിറ്റി. പൊറോസിറ്റി എൻ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം. അതിനെയാണ് പൊറോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം ആണെന്നുണ്ടെങ്കിൽ പൊറോസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പം വോയിഡ് റേഷ്യോ കണ്ടു, പൊറോസിറ്റി കണ്ടു. ഇനി വരുന്നതാണ് എയർ കണ്ടൻറ്റ്. എയർ കണ്ടൻറ്റ് നമ്മൾ AC വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ്. അതിനെയാണ് നമ്മൾ എയർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ ഈ വോയിഡ് റേഷ്യോ ആൻഡ് പൊറോസിറ്റി ഒരുമിച്ച് പഠിക്കുക, പക്ഷേ അത് തിരിഞ്ഞു പോകരുത്. പൊറോസിറ്റി നമ്മൾ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻറ്റു 100 കൂടെ ചേർന്നിട്ട് ആ വാല്യൂവിന് പെർസെൻറ്റേജിലും എക്സ്പ്രസ് ചെയ്യാറുണ്ട്. വോയിഡ് റേഷ്യോ വന്നിട്ട് വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ് വോയിഡ് റേഷ്യോ. പൊറോസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം. എപ്പോഴും തെറ്റുന്ന സംഭവമാണ് ഈ വോയിഡ് റേഷ്യോയും പൊറോസിറ്റിയും, അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ എയർ കണ്ടൻറ്റ് പറഞ്ഞു വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷനും കൂടെ നമുക്ക് പഠിക്കാം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഓക്കെ, ഇപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ അത് വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ്. വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ്. എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ. ഇപ്പം നമുക്ക് ആലോചിച്ചാൽ അറിയാം, വോയിഡ്സിൽ വന്നിട്ട് ഒന്നുകിൽ എന്തായിരിക്കും, ഒന്നുകിൽ എയർ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, വാട്ടർ ആയിരിക്കും അല്ലേ. അപ്പം വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ എയർ കണ്ടൻറ്റ് വരും. അതേസമയം വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വരും. അപ്പം ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമ്മൾ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഇൻറ്റു 100 എന്ന് പറഞ്ഞിട്ട് പെർസെൻറ്റേജിലാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷനും എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പെർസെൻറ്റേജ് എയർ വോയിഡ് നോക്കാം. പെർസെൻറ്റേജ് എയർ വോയിഡ്. പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്ന് പറയുമ്പം അതെന്ന് പറഞ്ഞാൽ NA വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അറിയാമല്ലോ, S വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് NA വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. എന്ന് പറയുമ്പം വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100. വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് കിട്ടും. അപ്പം എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണെങ്കിൽ എയർ കണ്ടൻറ്റ്. പെർസെൻറ്റേജ് എയർ വോയിഡ്സ് വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100. അപ്പം നമ്മുടെ എന്താ പറയുക, വോയിഡ് റേഷ്യോ പൊറോസിറ്റിയിലും കൺഫ്യൂഷൻ വരുന്നത് പോലെ തന്നെ ആണ് പെർസെൻറ്റേജ് എയർ വോയിഡ്സിലും എയർ കണ്ടൻറ്റിലും വ്യത്യാസം വരുന്നത്. എയർ കണ്ടൻറ്റിൽ വന്നിട്ട് വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണ് വരിക. അതേസമയം പെർസെൻറ്റേജ് എയർ വോയിഡ്സിൽ വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയമാണ് വന്നേക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഒരുവിധം നമ്മൾ വോളിയം ബേസ്ഡ് ടേംസ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഇൻ്റർ റിലേഷൻസ് നോക്കാം. സോ ഇൻ്റർ റിലേഷൻസ് ഇൻ്റർ റിലേഷൻസിൽ ഏറ്റവും ആദ്യം വരുന്നത് വോയിഡ് റേഷ്യോ പൊറോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പം വോയിഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്ത് വെച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇ വെച്ചിട്ട് അല്ലേ. പൊറോസിറ്റി എന്ന് പറയുമ്പോൾ
n വെച്ചിട്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇവർ തമ്മിലുള്ള റിലേഷൻ, അപ്പോൾ അത് നോക്കാം. വോയിഡ് റേഷ്യോ പോറോസിറ്റി n is equal to E by 1 plus E എന്നുള്ളതാണ് ആ റിലേഷൻ. വോയിഡ് റേഷ്യോ വോയിഡ് റേഷ്യോ E ആണല്ലോ. പോറോസിറ്റി n is equal to വോയിഡ് റേഷ്യോ E by 1 plus E എന്നുള്ളത്. ഇനി നേരെ തിരിച്ച് നമുക്ക് എഴുതാം E is equal to n by 1 minus n. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കണം. വോയിഡ് റേഷ്യോ പോറോസിറ്റി തമ്മിലുള്ള റിലേഷൻ ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത് വരാൻ പോകുന്നത് എയർ കണ്ടൻറ്റും എയർ കണ്ടൻറ്റ് ആൻഡ് ഡിഗ്രി ഓഫ് സാച്ചുറേഷനും തമ്മിലുള്ള റിലേഷനാണ്. അത് നോക്കാം. എയർ കണ്ടൻറ്റും ഡിഗ്രി ഓഫ് സാച്ചുറേഷനും തമ്മിലുള്ള റിലേഷൻ എന്തുവാണെന്ന്. എയർ കണ്ടൻറ്റ് പ്ലസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്ന് പറയുന്ന സംഭവം NA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു പോറോസിറ്റി n ഇൻറ്റു എയർ കണ്ടൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്തുമായിരുന്നു? വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100 അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോറോസിറ്റി വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100 പെർസെൻറ്റേജിലാണ് സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇൻറ്റു എയർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്തുമായിരുന്നു? എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് അല്ലേ. അപ്പം ഇവിടെ നിന്നും ഇതും ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് എയർ വോയിഡ്സ് തന്നെ കിട്ടും. സോ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? പോറോസിറ്റി ഇൻറ്റു എയർ കണ്ടൻറ്റ്. അപ്പം അത്രയും ഇൻ്റർ റിലേഷൻസും നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് വോളിയം ബേസ്ഡ് റിലേഷൻസ് ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വെയ്റ്റ് ബേസ്ഡ് റിലേഷൻസ്. അപ്പോൾ എന്താണ് ഇനി പഠിക്കാൻ പോകുന്നത്? വെയ്റ്റ് ബേസ്ഡ് റിലേഷൻ. വെയ്റ്റ് ബേസ്ഡ് റിലേഷൻസിൽ ഏറ്റവും ആദ്യം വരുന്നത് വാട്ടർ കണ്ടൻ്റ് ആണ്. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഫസ്റ്റ് വൺ ഈസ് വാട്ടർ കണ്ടൻറ്റ്. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെയ്റ്റ് ഓഫ് വാട്ടർ ബൈ വെയ്റ്റ് ഓഫ് സോളിഡ് ആണ് കേട്ടോ, സോയിലല്ല, സോളിഡ്സ് ഇൻറ്റു 100നെയാണ് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യാറ്. അപ്പോൾ വെയ്റ്റ് ഓഫ് വാട്ടർ ബൈ വെയ്റ്റ് ഓഫ് സോളിഡ്സ് ഇൻറ്റു 100 ആണ് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. സ്മോൾ w വെച്ചിട്ടൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ഇനി നെക്സ്റ്റ് നമുക്ക് ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് നോക്കാം. നെക്സ്റ്റ് പറയാം ബൾക്ക് യൂണിറ്റ് വെയ്റ്റ്. ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഗാമ ഇസ് ഈക്വൽ ടു വെയ്റ്റ് ബൈ വോളിയം, വെയ്റ്റ് ഓഫ് സോയിൽ ബൈ വോളിയം ഓഫ് സോയിൽ. അതിനാണ് ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോളിഡ്സ്. ഇനി കുറേ യൂണിറ്റ് വെയ്റ്റ്സുകൾ പറയാണ്ട്. യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വെയ്റ്റ് ഓഫ് സോളിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. അത് ഈസി ആണല്ലോ. ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ബൈ വോളിയം. അപ്പം യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ്. ഇനി യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ. യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? വെയ്റ്റ് ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വാട്ടർ. ഈസി ആണല്ലോ. വെയ്റ്റ് ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വാട്ടർ. ഇനി വരുന്നതാണ് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ്. അപ്പം ഇത് ഗാമയാണ്. ഇത് നമ്മൾ എന്താ പറയുക? ഗാമ എസ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഇസ് ഗാമ ഡബ്ല്യു, യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ. ഇനി അടുത്ത് വരുന്നതാണ് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ്.
അത് നോട്ട് ചെയ്ത് വെക്കുക. ഗാമ ഡി എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് സോളിഡ്സ് ബൈ വോളിയം, ടോട്ടൽ വോളിയം. ഓക്കെ, വെയ്റ്റ് ഓഫ് സോളിഡ്സ് ബൈ ടോട്ടൽ വോളിയം. വെയ്റ്റ് ഓഫ് സോയിൽ ബൈ ടോട്ടൽ വോളിയം അല്ലെങ്കിൽ ടോട്ടൽ വെയ്റ്റ് ബൈ ടോട്ടൽ വോളിയം ആണെങ്കിൽ ജസ്റ്റ് ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് എന്നാണ് പറയുക. ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് സോളിഡ്സ്, സോയിലിലെ സോളിഡ്സിൻ്റെ വെയ്റ്റ് ബൈ ടോട്ടൽ വോളിയം ചെയ്യുകയാണെങ്കിൽ ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര യൂണിറ്റ് വെയ്റ്റ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് വരുന്നത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് നോക്കാം. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ്. അപ്പോൾ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാമ സാറ്റ് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെയ്റ്റ് ഓഫ് സാച്ചുറേറ്റഡ് സോയിൽ ബൈ വോളിയം ഓഫ് സാച്ചുറേറ്റഡ് സോയിൽ. ഓക്കെ, സാച്ചുറേറ്റഡ് സോയിലിൻ്റെ വെയ്റ്റ് ബൈ വോളിയം ഓഫ് സോയിൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സബ്മേർജ്ഡ് സോയിലിൻ്റെ കേസ്. സബ്മേർജ്ഡ് സോയിലിൽ വരുമ്പോഴത്തേനും അതിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഗാമ ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ചെയ്തത്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് മൈനസ് യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ ചെയ്താൽ നമുക്ക് സബ്മേർജ്ഡ് സോയിലിൻ്റെ യൂണിറ്റ് വെയ്റ്റ് കിട്ടും. നെക്സ്റ്റ് പറയാൻ പോകുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ വാട്ടർ കണ്ടൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ക്യാപിറ്റൽ ജി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു. അപ്പം നമ്മളുടെ സോയിലിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ബൈ വാട്ടറിൻ്റെ, അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പം ഏതൊരു സബ്സ്റ്റൻസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ബൈ വാട്ടറിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ ഒരു സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ ബൈ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ ചെയ്താൽ മതി. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ 27 ഡിഗ്രി സെൽഷ്യസിലാണ് സാധാരണ മെഷർ ചെയ്യുന്നത്. അതിൻ്റെ റേഞ്ച് വന്നിട്ട് 2.6 to 2.85 ആണ് ഈ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഗാമ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് അല്ല, യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോളിഡ് ആണ് കേട്ടോ. യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോളിഡ്സ് ബൈ ഗാമ ഡബ്ല്യു. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ മറ്റൊരെണ്ണമുണ്ട്, അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. ഓക്കെ, അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ജി എം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ബൈ ഗാമ ഡബ്ല്യു ആണ് അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ നമ്മൾ ആ സോയിലിലെ സോളിഡ്സിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെ ഫുൾ സോയിലിൻ്റെ അത് ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ആണ് എടുക്കുക. മറ്റേതിൻ്റെ അകത്ത് നമ്മൾ യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോളിഡ്സ് മാത്രമേ എടുക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ഫുൾ സോയിലിൻ്റെ, അതായത് അതിൻ്റെ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ബൈ ടോട്ടൽ വോളിയം യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടറാണ് നമ്മൾ ചെയ്യുന്നത് അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റൻ്റ് അല്ല. അതേസമയം സാധാരണ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ എപ്പോഴും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോയിലിന് കോൺസ്റ്റൻറ്റ് ആയിരിക്കും, അത് മാറാറില്ല. അപ്പോൾ നമ്മളിപ്പം വെയ്റ്റ് ബേസ്ഡ് റിലേഷൻസ് കുറേ പറഞ്ഞു. ഇനി അതിൻ്റെ എല്ലാം ഇൻ്റർ റിലേഷൻസും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇൻ്റർ റിലേഷൻസ് വെയ്റ്റ് ബേസ്ഡ് റിലേഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. മറ്റേതിൻ്റെ അകത്ത് നമ്മൾ പൊറോസിറ്റിയും വോയിഡ് റേഷ്യോ ആയിട്ടുള്ള റിലേഷനൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ വെയ്റ്റ് ബേസ്ഡ് ടേംസ് തമ്മിലും റിലേഷൻസ് ഉണ്ട്. സോ ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ഇൻ്റർ റിലേഷൻ എന്ന് പറയുന്നത് ഗാമ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഗാമ ഇസ് ഈക്വൽ ടു യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ ഇൻറ്റു G plus SE by 1 plus E.
ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് എസ് സി ബൈ 1 പ്ലസ് സി എന്ന് പറയുന്ന ഇക്വേഷനാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഗാമ സാറ്റ് നോക്കാം. സാച്ചുറേറ്റഡ് ആകുമ്പോൾ എന്തായിരിക്കും? എസിൻ്റെ വാല്യൂ എസ് വിൽ ബി ഈക്വൽ ടു 1. സോ ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ ബൈ 1 പ്ലസ് ഇ എന്നാവും ഇക്വേഷൻ. ഓക്കെ, അതാണ് ഗാമ സാച്ചുറേറ്റഡിൻ്റെ ഇക്വേഷൻ. ഇനി ഗാമ ഡി ആകുമ്പോൾ എന്തായിരിക്കും? എസ് വിൽ ബി ഈക്വൽ ടു 0. സോ ഗാമ ഡബ്ല്യു ഇൻറ്റു ജി ബൈ 1 പ്ലസ് ഇ എന്നാവും ഇക്വേഷൻ. അപ്പം ആ 3 ഇക്വേഷൻസും അറിയാൻ പറ്റും. ഈ ഒരൊറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് എസ് സി ബൈ 1 പ്ലസ് ഇ എന്നുള്ള ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഗാമ ഡിയുടെ ഒരു സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ട്. ഗാമ ഡി ഇസ് ഈക്വൽ ടു ഗാമ ബൈ 1 പ്ലസ് ഡബ്ല്യു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. 1 പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻ്റാണ്. സോ ഗാമ ബൈ 1 പ്ലസ് ഡബ്ല്യു എന്നുള്ളതാണ് ഗാമ ഡി എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നെക്സ്റ്റ് വേറൊരു ഇക്വേഷനുണ്ട്, ഗാമ സബ്മേർജ്ഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് മൈനസ് യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ ചെയ്താൽ സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ സോയിൽ കിട്ടും. അപ്പം അതിൻ്റെ ഇക്വേഷൻ ഗാമ ഡബ്ല്യു ഇൻറ്റു ജി മൈനസ് 1 ബൈ 1 പ്ലസ് ഇ. അപ്പോൾ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് സെപ്പറേറ്റ് ഓർത്ത് വെച്ചേക്കാം. ആദ്യം ഈ 3 ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് ഓർത്ത് വെച്ചേക്കേണ്ടത്. ഇത് രണ്ടും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഗാമ ഇസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് എസ് സി ബൈ 1 പ്ലസ് ഇ. ഗാമ ഡി ഇസ് ഈക്വൽ ടു ഗാമ ബൈ 1 പ്ലസ് ഡബ്ല്യു. ദെൻ ഗാമ സബ്മേർജ് ഇസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു ജി മൈനസ് 1 ബൈ 1 പ്ലസ് ഇ എന്നുള്ള ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് ഒരു ഇക്വേഷൻ നോക്കാം. നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എസ് സി. അപ്പോൾ ഇവിടെ ജി എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി, ഡബ്ല്യു വാട്ടർ കണ്ടൻറ്റ്, എസ് ഇസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആൻഡ് ഇ ഇസ് ദ വോയിഡ് റേഷ്യോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു വെയ്റ്റ് ബേസ്ഡ് റിലേഷനും വോളിയം ബേസ്ഡ് റിലേഷനും രണ്ടും കൂടെയുള്ള ഒരു ഇൻ്റർ റിലേഷനാണ്. ജി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എക്സ് എസ് സി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം കുറേ വെയ്റ്റ് ബേസ്ഡ് വോളിയം ബേസ്ഡ് റിലേഷൻസ് പഠിച്ചു, വെയ്റ്റ് ബേസ്ഡ് റിലേഷൻസ് പഠിച്ചു, അത് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻസും ഒക്കെ പഠിച്ചു. ഓക്കെ, സോ നമ്മൾ വെയ്റ്റ് ബേസ്ഡ് റിലേഷൻസ്, വോളിയം ബേസ്ഡ് റിലേഷൻസ് ഒക്കെ പഠിച്ചു, കുറേ ടേംസും പഠിച്ചു. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൽ തന്നെ നമ്മൾ കവർ ചെയ്യാത്ത നെക്സ്റ്റ് ടോപ്പിക്, അതായത് സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് ടേംസ് പറഞ്ഞു. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് പറയാനുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.